+1 മാർച്ച് 2004 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് സൈൻ 31π/3 എന്ന് പറയുന്നത്. ഇവിടെ നമ്മളൊരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ സൈൻ അങ്ങനെ തന്നെ എഴുതണം. ഈ π/3 എന്ന് പറയുന്ന വാല്യൂവിലേക്ക് ഇതിനെ മാറ്റി എഴുതണം. അപ്പോൾ ഈ π/3ക്ക് യാതൊരു വക ചേഞ്ചും വരരുത്. അപ്പം നമ്മൾ നോക്കണം ഈ 3യെ ഏത് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് 31 കിട്ടണമെന്ന് നോക്കുക. ദാറ്റ് ഈസ് ഈക്വൽ ടു 10π. അപ്പോൾ 10π + π/3 എന്ന് എഴുതാം. കറക്റ്റ് അല്ലേ നോക്കിയേ. ദാറ്റ് ഈസ് ഈക്വൽ ടു 10 × 3 ദാറ്റ് ഈസ് ഈക്വൽ 13 വരും. 13 + π 31π/3 വരും. അപ്പോൾ ഇവിടെ നമ്മൾ ഈ റിഡക്ഷൻ ഫോർമുല കൊടുത്തു കഴിയുമ്പോൾ സൈൻ കൊടുക്കുക. 10πയെ നമ്മൾ ഒരു 5 × 2π എന്നാക്കണം. കാരണം നമുക്ക് 5 × 2π എന്ന് പറഞ്ഞാലും 2πയോട് ഈക്വൽ ആണ്. ഏത് നമ്പറാണോ മൾട്ടിപ്പിൾ വരുന്നത് അതിനെ നമ്മൾ ഇതുപോലെ ആക്കണം. 2π അവിടെ നിർത്തിയിട്ട് ബാലൻസ് ഉള്ളതിനെ നമ്പറാക്കി വിടണം. ദെൻ + π/3 വരും. നമ്മൾ ഈ 5 നോക്കേണ്ട ആവശ്യമില്ല, നേരെ വരയ്ക്കാം. കാരണം 2π വന്നു കഴിഞ്ഞാൽ സെയിം ട്രിഗണോമെട്രി ഫംഗ്ഷനാണ്. അപ്പോൾ സൈൻ π/3 വരും. സൈൻ π/3 എഴുതി വരുമ്പോൾ ചെറിയൊരു നമ്മളൊരു കുരിശ് വരയ്ക്കുക. ഇതാണ് 2π വരുന്നത്. 2π + θ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ വരും. ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ സൈൻ എന്താ മക്കളെ? ദാറ്റ് ഈസ് ഈക്വൽ ടു പോസിറ്റീവാണ്. ഓൾ സ്റ്റുഡൻസ് എല്ലാം പോസിറ്റീവാണ്. അപ്പോൾ തന്നെ ആൻസർ ഈസ് പോസിറ്റീവ് വരും. സൈൻ π/3 എന്ന് പറഞ്ഞാൽ സൈൻ 60 ആണ്. സൈൻ 60ൻ്റെ വാല്യൂ ദാറ്റ് ഈസ് ഈക്വൽ ടു √3/2 വരും.